വാർത്തകളിലേക്ക്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി. സംഭവത്തിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയ സഹപാഠിയുടെ 2 പല്ലുകളും 62ാം വയസ്സിൽ അടിച്ച് കൊഴിച്ച് പകവീട്ടിയതായിട്ടാണ് കേസ്. മാലവും വെട്ടിക്കൊമ്പിൽ ഹൗസിൽ VJ ബാബുവിൻ്റെ 2 പല്ലുകളാണ് സഹപാഠിയായ മാലോത്ത് ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വലിയപ്ലാക്കലും ചേർന്ന് അടിച്ച് വീഴ്ത്തിയത്. ബൈജു വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, കേൾക്കുമ്പോൾ കൗതുകമാണ്, പക്ഷെ അതൊരു ക്രൈമാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? അതെയല്ലോ, കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ വളരെ കൗതുകവും അതുപോലെ തന്നെ അപൂർവമായ കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയ സഹപാഠിയുടെ 2 പല്ലുകളും 62ാം വയസ്സിലാണ് അടിച്ചു കൊഴിച്ച് ഇവർ പകവീട്ടിയത്. അതായത് മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിലെ VJ ബാബുവിന്റെ 2 പല്ലുകളാണ് സഹപാഠിയായ മാലോത്തെ ബാലകൃഷ്ണനും ഇയാളുടെ സുഹൃത്തും മാത്യു എന്ന് പറയുന്ന സുഹൃത്തും ചേർന്ന് അടിച്ചു കൊഴിച്ചത്. ഇവർ തമ്മിൽ കുട്ടിക്കാലത്തുണ്ടായ തല്ലിനെ ചൊല്ലി 2 ദിവസം മുമ്പ് ഇരുവരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് പിന്നീട് പരിഹരിക്കായിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി മാലോം ടൗണിൽ നിൽക്കായിരുന്ന ബാബുവിനെ 4ാം ക്ലാസ്സിൽ വെച്ച് തല്ലിയത് എന്തിനാണ് എന്ന് ചോദിച്ചായിരുന്നു ഈ അക്രമം ഉണ്ടായത്. ഇതിനിടയിൽ തന്നെ ഈ മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ ബാബുവിന്റെ 2 പല്ലുകളും കൊയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 118-126 എന്ന വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ബാബുവിനെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് പരിയാരത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. അത്രത്തോളം വലിയ ദൂരം സഞ്ചരിച്ചാണ് ഇയാൾക്ക് ചികിത്സക്കായി സഞ്ചരിക്കേണ്ടി വന്നത്. ഏതായാലും ഇയാളുടെ പരിക്ക് സാരമല്ല. ഈ സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ FIR-ൽ പറയുന്നത് കൃത്യമായി ഈ ഒരു സംഭവം FIR-ലും കൃത്യമായി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു പകയാണ് ഈ അക്രമത്തിന് കാരണമെന്ന് FIR-ലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൽദോ റൈറ്റ്. KV ബൈജു നൽകിയത്. എന്താണെങ്കിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യം അതെന്താണെന്ന് കൂടി വരും ദിവസങ്ങളിൽ വരുമെന്ന് കരുതാം.